ഇവിടെ വരിക 9 മണി 9:15 9. ഇപ്പോൾ ഉള്ളത് കണ്ടില്ല, ബാക്കിൽ വയനാട് ട്രൈബൽ വില്ലേജിലാട്ടോ. മീൻസ് ഞാൻ ഇങ്ങനെ ഇവിടെ എത്തിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, ഞാൻ വന്നത് തിരൂന്നാണ്. തിരൂരിൽ നിന്ന് കോഴിക്കോട് നിന്നാണ് എപ്പോഴും ബസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഞങ്ങൾ വന്നതിന് ശേഷം ബസ് കയറിയിട്ട് പറഞ്ഞാൽ മതി ഏത് സ്റ്റോപ്പ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവർ കറക്റ്റ് ഇവിടെ ഇറക്കി തരും കേട്ടോ. വൈത്തിരിയാണ് നിയറസ്റ്റ് സ്റ്റോപ്പ് ഉള്ളത്. പക്ഷേ പോണ വഴിയിൽ ഒരു ബസ്സൊക്കെ ഈ ഏരിയയിൽ സ്റ്റോപ്പ് ഉണ്ട്. വരിക എങ്ങനെ വന്നാൽ നിങ്ങൾ ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത് വെയിലായതുകൊണ്ട് കുറച്ച് ചൂടുണ്ടാവും, യാത്ര കുറച്ച് റിസ്ക് ആവും. പക്ഷെ എന്നാലും അടിപൊളി കാഴ്ചകളാട്ടല്ലേ ഞാൻ കാണിച്ചു തരേണ്ടത്. വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ. ഹലോ ഹായ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് വയനാട്ടിലേക്കാട്ടോ. വയനാട്ടിൽ ഊരിലേക്കാണ് യാത്ര ചെയ്യുന്നത്. സമയം രാവിലെ 10 മണിക്കാണ് ഞാൻ കോഴിക്കോട് നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന യാത്ര. കോഴിക്കോട് വരെ ഞാൻ വന്നത് ട്രെയിനിനാണ്. പിന്നെ ഇവിടെ നിന്നാണ് ബസ്സിന് നമ്മൾ കയറിയിരിക്കുന്നത്. ഏകദേശം 2 മണിക്കൂർ യാത്ര പെടുന്നുണ്ട്. 76 രൂപയാണ് ഒരാൾക്ക് ഇവിടുന്ന് ചാർജ് ഈടാക്കുന്നത്. TT ബസ്സാണ് ഞാൻ കയറിയിരിക്കുന്നത്. ടൗൺ ടു ടൗൺ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. ഇതാകുമ്പോൾ പ്രധാന സ്റ്റേഷനിൽ മാത്രമേ സ്റ്റോപ്പ് ഉണ്ടാവുള്ളൂ. വഴിയിൽ നിന്ന് അധികം ആൾക്കാരൊന്നും വന്ന് യാത്ര വല്ലാതെ ലാഗ് വരില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഗുണമുള്ളത്. അതുകൊണ്ട് എന്തായാലും വഴിയിലൊന്നും പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. എന്തായാലും നമുക്ക് ചുരത്തിൻ്റെ മുകളിൽ കണ്ട് വേഗം പോകാം. എന്നൂർ എന്ന് പറഞ്ഞാൽ ഇത് ഒരു റീക്രിയേറ്റ് ചെയ്ത ഒരു ട്രൈബ്സിൻ്റെ ഒരു വില്ല കാര്യങ്ങൾ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസൊക്കെ ഇപ്പോൾ ഉള്ളൊരു ഏരിയ കേട്ടോ. നമ്മളെന്തായാലും ചുരം കയറി തുടങ്ങിയിട്ടുണ്ട്. സമയം ഏകദേശം ഒരു 12 മണിക്ക് നമ്മൾ എത്തുന്ന വിചാരിക്കുന്നത്. 12-12:30 അവിടെ എത്തുമെന്നാണ് വിചാരിക്കണത്. എന്നൂരിൽ ഉച്ച ടൈം ആയതുകൊണ്ട് ബ്രേക്കൊന്നും ഉണ്ടാകാൻ വിചാരിക്കും. പക്ഷേ നല്ല ചൂടാട്ടോ ഈ ടൈമിൽ. നമ്മൾ മലപ്പുറം ഭാഗത്താണ് വരുന്നത്. നല്ല ചൂടാണ് നാട്ടിൽ. പക്ഷേ ഈ ചുരം കയറി തുടങ്ങിയപ്പോൾ ചെറുങ്ങനെ തണുപ്പൊക്കെ വരുന്നുണ്ട്. വെയിലുണ്ട് എന്നുണ്ടെങ്കിൽ അധികം ചൂടിൻ്റെ ഒരു എഫക്റ്റ് കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ബ്ലോക്കൊന്നും ഇല്ലാതെ അങ്ങോട്ട് മുകൾക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം കുറച്ച് ലാഗും കൂടി ആയാലും നമ്മൾ യാത്ര വീണ്ടും സ്ലോ ആയി പോകും. വഴിയിൽ വലിയ ബ്ലോക്ക് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്പീഡിൽ തന്നെ മുകൾക്ക് എത്തി കേട്ടോ. ഈ ഒരു സ്പോട്ട് എല്ലാവരും വയനാടിൻ്റെ ചിത്രം കാണുമ്പോൾ ഈ ഒരു ഏരിയ മനസ്സ് വരെ ചുരം കയറുന്ന ഈ ഒരു സീൻ കേട്ടോ. ഇവിടെ ഒന്നും നമുക്ക് സ്റ്റോപ്പില്ല. ഇവിടെ കുറേ ഫുഡ് സ്പോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈവറ്റ് വെഹിക്കിൾസ് വന്നാൽ നമുക്ക് അതൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ മുകൾക്കുള്ള യാത്ര തുടർന്ന് കണ്ടിരിക്കുകയാണ്. ഡ്രൈവർ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. എന്തായാലും മുകളിൽ എത്തിയിട്ട് ആദ്യം സ്റ്റേ ചെയ്യണമെന്ന് വിചാരിച്ചു. സുൽത്താൻ ബത്തേരി KSRTC ഡിപ്പോ ഉണ്ട്. അവിടെ സ്റ്റേ ചെയ്തിട്ട് വീണ്ടും 2 സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണതിന് പ്ലാനിങ് ഉണ്ടായിരുന്നു. പിന്നെ പോയിട്ട് വരാമെന്നുള്ള കൺസെപ്റ്റിൽ എത്തിയിട്ടോ. എല്ലാ ടൈമിലും കോഴിക്കോട് നിന്ന് ബസ് ഇങ്ങോട്ടുണ്ട്. ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ മൈസൂർ ബസ്സായാലും ശരി, ഊട്ടി ബസ്സും അങ്ങനെ TNRTC ബസ്സും കർണാടക RTC ബസ്സൊക്കെ ഈ ഭാഗത്തേക്ക് സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ ഞാൻ പോയത് ആനവണ്ടിയിലാണ്. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിക്കും കേട്ടോ. ടോപ്പ് വ്യൂ ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഏകദേശം ചുരം കയറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ റൈറ്റ് സൈഡിൽ ഇരുന്നാലാണ് താഴത്തെ വ്യൂസൊക്കെ കിട്ടുക. എനിക്കെന്താ ഞാൻ ലെഫ്റ്റ് സൈഡിൽ കീപ്പ് ചെയ്തിരുന്നത്. അങ്ങനെ വെൽക്കം ടു വയനാട് എന്നുള്ള ബോർഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റ് യാത്ര ചെയ്താൽ നമ്മൾ എന്നൂരിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തും. അവിടുന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഉള്ളിലേക്ക് നടക്കാൻ കേട്ടോ. അധികമൊന്നുമില്ല. ഇതേപോലെ നമ്മൾ ബസ് ഇറങ്ങിയിട്ടൊന്ന് നടക്കാൻ ഈ കവാടത്തിൻ്റെ ഉള്ളിലേക്കാണ് നടന്നാൽ മതി. അവിടെ എത്തിയാൽ തന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് പിന്നീടുള്ള മുന്നോട്ടുള്ള യാത്ര. ബസ് തിരിച്ചു പോകാനാണെന്നുണ്ടെങ്കിലും ഇവിടുന്ന് എപ്പോഴും ഉണ്ട് 10-15 മിനിറ്റ് കൂടുമ്പോൾ താഴത്തേക്കുള്ള എപ്പോഴും ബസ് കാര്യങ്ങൾ കിട്ടും. കാരണം താഴത്തേക്കാണ് ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ പോയി വരുന്ന ബസ്സുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും, ജീപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ ജീപ്പിന് ടിക്കറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ടോ. ജീപ്പിന് 250 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. മീൻസ് ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ചാർജ് നമ്മൾ കൊടുക്കണം. ഇനി 2-3-4 ആളുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്താൽ മതി. ഞാൻ എന്തായാലും ഒരാളെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതാ ഇവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടാ. ഹായ് ബ്രോ. ഇവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ട് ഇവർ രണ്ടാളും. ഇവർ ചെന്നൈയിൽ നിന്നാണ്. എന്തായാലും ഞങ്ങൾ ഒരുമിച്ചാണ് ഞാൻ പോണ യാത്ര കേട്ടോ. മീൻസ് 8 ആളുണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അതുകൊണ്ട് ഇവർ കൂടെ ജോയിൻ ചെയ്തു. ഇതിങ്ങനെ ഓരോരുത്തർക്ക് ജീപ്പ് 2 കിലോമീറ്റർ ഇവിടെ നിന്നുള്ളത്. നമുക്ക് നടന്നാൽ മതി, നടക്കാൻ പറ്റുമെങ്കിൽ നടക്കാം. പക്ഷേ എന്താ വിഷയമെന്ന് വെച്ചാൽ നല്ല ചൂടാണ് ഈ ടൈമിൽ. മോർണിംഗിലും ഈവനിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നടന്നാൽ പോസിബിൾ ആട്ടോ. അങ്ങനെ നമുക്ക് പോകാനുള്ള ബസ് വന്ന് നമുക്ക് പോകാനുള്ള ജീപ്പ് വന്നിട്ടുണ്ട. ഞങ്ങൾ ഇതിലാണ് പോണത്. ഏകദേശം ഒരു 15 മിനിറ്റുള്ളൊരു യാത്ര കേട്ടോ മുകൾക്കുള്ളത്. നടന്ന് പോകുന്നത് നടന്ന് പോകാം. ഇനി വെഹിക്കിൾസ് ഉപയോഗിക്കേണ്ടത് വെഹിക്കിൾസ് ഉപയോഗിക്കുക. 2 ഓപ്ഷൻസ് ഉണ്ട്. രാവിലെയൊക്കെ നടന്ന് പോകുന്നത് പ്രാക്ടിക്കലാണ്. ഈ ടൈമിലൊക്കെ നല്ല ചൂടാട്ടോ. അതുകൊണ്ട് മാക്സിമം വണ്ടിയിൽ വരുന്നത് നല്ലത്. ഇങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ടിക്കറ്റ് കാണിച്ചെടുക്കണം. ഇത് വെരിഫൈ ചെയ്തിട്ട് എനിക്ക് ഇവരെ കൂടെ തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ജീപ്പിൽ തന്നെ എനിക്ക് റിട്ടേൺ താഴത്തേക്ക് പോകാനുള്ളത്. എന്തായാലും ഇനി മുകൾക്ക് കയറി നോക്കുക കാഴ്ചകളൊക്കെ. ടിക്കറ്റ് വെരിഫൈ ചെയ്ത് നമുക്ക് ഉള്ളിൽ കയറാം. നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇതിനുള്ളിൽ പോയിട്ട് കാണണം. അവർ രണ്ടാളും വന്ന് ഞങ്ങളെ കൂടെ ഉള്ളിലേക്ക് പോയിട്ട് കാഴ്ചകൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കിയതട്ടെ വരും മൊത്തം. ഉള്ളിലേക്ക് അങ്ങനെ ഉണ്ട്. ഇതിന് ചെന്നിട്ട് കാര്യങ്ങൾ കാണിച്ചു തരുള്ളതൊക്കെ. ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ സൈഡിലെ പോലെ എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. സ്റ്റെപ്പ് ഉണ്ടാക്കുക തോന്നുന്നുണ്ടാ.
അങ്ങനെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതിനുള്ളിലുള്ള ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിരിക്കണ്. പ്രവേശനം, ആർട്ട് ഏരിയ, ഓഫീസ്, ശുചിമുറി, അങ്ങനത്തെ ഏതൊക്കെ ഭാഗങ്ങൾ എന്നുള്ള. ഇന്ന് പൊതുവെ ടൂറിസം പരമായിട്ട് ആൾക്കാർ കുറവാണെന്നിട്ട് പറഞ്ഞു. ഇവിടെ ഇതിനുള്ളിൽ ഇതെവിടെ എത്തിയപ്പോൾ ഒരു കോട്ടിയാടല്ലത്. ജസ്റ്റ് റിലാക്സേഷൻ വേണ്ടി തണുപ്പിക്കാനുള്ള ഏരിയ ആണിത്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വൃത്തിയുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുള്ളൂ. ഈ ടൈം യൂസ് ചെയ്തിട്ടാ ഓഫീസ് കാര്യങ്ങൾക്കുള്ള വയ്യാണ്. ഇവിടെ എന്തായാലും ഇവിടെ മതിലെന്തായാലും ഭംഗിയൊക്കെ ഉണ്ടാ, അടിപൊളിയാക്കണം. ഇവിടെ അതാ ഗട്ടർ കാര്യമൊക്കെ ഉണ്ട്. താഴത്ത് കൂടി വെള്ളം ഒഴിച്ച് പോകലാണ്. താഴത്തേക്ക് മുകളിൽ നിന്ന് മഴ പെയ്താലൊക്കെ ഓഫീസൊക്കെ അടിപൊളിയായിട്ട് സ്കെച്ച് ചെയ്തിരിക്കുന്നവർ. അങ്ങനെ നമ്മൾ നടന്ന് മുകളിലെത്തിക്കണ്ട. ഇവിടെ അതാ മുളയരി പായസം ഉണ്ട്. ഞാൻ കുറേ മുന്നേ കുടിച്ചതാണ്, അതുകൊണ്ട് അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കണില്ല. മീൻസ് കുറേ മുന്നേ നോക്കണേ. മിൽക്ക് സർബത്ത്, സോഡ സർബത്ത് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. മീൻസ് ഓൾറെഡി കുടിച്ച സംഭവമാണ്. തണുപ്പാണ്, അതൊരു ചൂടാണ്. ഞാൻ ഈ തണുപ്പത്ത് നടക്കില്ല. ആർട്ട് ക്രാഫ്റ്റ് വർക്ക്ഷോപ്പ് ഒരുപാട് ഏരിയ ഉണ്ട് ഇതിനുള്ളിൽ കിട്ടാ. നമ്മളതാ അവിടെ നിന്നാണ് നടന്നു വന്നത്. കണ്ടാ ഇവിടെത്തി ആർട്ട് ഗാലറി കേട്ടത്. ഒരുപാട് സാധനങ്ങളൊക്കെ ഫുള്ളൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നുണ്ട് പുറത്തേക്ക്. എന്തായാലും ഉള്ളിൽ ചെന്ന് നോക്കട്ടെ. പക്ഷെ ഇവിടെ ഫ്രണ്ട് ഡോർ ലോക്കാണല്ലോ. സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ ഇതിന് എൻട്രൻസ് എവിടെ ഉണ്ടാവോ? ഇത് ക്ലോസ് ആട്ടോ. എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈമാണെന്ന് തോന്നുന്നുണ്ട്. ഓരോന്നിനും ഡിസ്കൗണ്ട് പ്രൈസ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിൽ നിന്ന് നോക്കാൻ പറ്റിയില്ല, ഉള്ളിൽ കയറാൻ പറ്റില്ല. കാണിച്ചു തരാം കാഴ്ചകൾ. ഇങ്ങനത്തെ കുറേ പ്രൊഡക്ട്സ് ആട്ടോ അവരെടുത്തുള്ളത്. ഇതിൻ്റെ ഇവിടെയൊക്കെ പരിപാടികൾ നടന്നാൽ നിൽക്കണ്ട. വർക്കിംഗ് ഓൺ ദ പ്രോസസ്സിങ് ആണ്. ഇവിടെ എന്തൊക്കെയാണ് വരുന്നുണ്ട് സംഭവങ്ങളൊക്കെ. കുറേ ആൾക്കാർ ഇതാ പ്രകൃതി ഭംഗി വെയിലുകൊണ്ട് തലമറിച്ചും കണ്ട് ആസ്വദിക്കുന്നുണ്ട് കുറേ ആൾക്കാർ. ഇതാണ് സാധനം ഞാൻ പറഞ്ഞ. ഇതിനുള്ളിൽ സ്റ്റോറ് കാര്യങ്ങളൊക്കെ കേട്ടോ. ഫുഡ് കിട്ടും, അതുപോലെ സ്നാക്സ് കാര്യങ്ങൾ, അതുപോലെ നമ്മൾ വീട്ടിൽ കൊണ്ടുള്ള സുനീർ കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ അവൈലബിൾ ആണ്. നിലത്തൊക്കെ എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ചെങ്കല്ലായിട്ടാണ് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ടോ. ഇതുപോലെ നടക്കാൻ വയ്യാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഓട്ടോ സർവീസ് ഉണ്ട്. അതിന് പ്രത്യേകം പേയ്മെൻറ്റ് കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി കറക്റ്റ് ഡീറ്റെയിൽസ് നിസ്കാരില്ല. എന്തായാലും ഇതിന് ഫുള്ള് നമുക്ക് ഉൾഭാഗമൊക്കെ ഈ ഓട്ടോയിൽ സഞ്ചരിച്ച് കാണാൻ പറ്റുള്ളൂ. താഴത്ത് നമ്മൾ വില്ലാസിൻ്റെ അങ്ങോട്ട് പോകില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ വരെ മാക്സിമം ഓട്ടോ കയറി വരും. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഫ്രെയിം. ഇനി എന്തായാലും ഇതിനുള്ളിൽ കുറച്ച് ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ളിൽ നോക്കാം. ഒരു വോയിസ് കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നല്ല വിൻഡ് ഉണ്ട് മുകളിലെത്തിയപ്പോൾ. ഞാൻ അതിന് മൈക്ക് എടുക്കാൻ മറന്നും ചെയ്ത്. നോർമലി മൈക്ക് എടുക്കാറുണ്ട്, പക്ഷേ ഇന്ന് എടുത്തില്ല. അപ്പോൾ വിൻഡിൻ്റെ നല്ല ഡിസ്റ്റർബ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് കട്ട് ചെയ്തിട്ട് വീണ്ടും ഞാൻ ഓൺ വോയിസിൽ വന്നത് കേട്ടോ. ഇതുപോലെ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ മുകളിലുള്ളത്. ഇങ്ങനെ ഇത് ഒരു 2-3-4 സ്റ്റോർസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലെ ഇതിന് നല്ല കരിപ്പെട്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പെട്ടി മീൻസ് ഈ ചായപ്പൊടി അങ്ങനത്തെ വരെ പ്രൊഡക്ട്സൊക്കെ കേട്ടോ. ഇതും അങ്ങനെയുള്ള പ്രൊഡക്ട്സിൻ്റെ വേറൊരു ഷോപ്പാട്ടാ. വൈകുന്നേര സമയം എന്നുണ്ടെങ്കിൽ ഞാൻ കാറ്റും കൊണ്ടവിടെ അങ്ങനെ ഇരിക്കാം. വെള്ള കാർഷിക വെള്ള ഞാൻ വായിച്ചത് വരത കാർഷിക ഉൽപ്പന്നങ്ങളാണ്. നമ്മൾ അവിടെ നിന്ന് അങ്ങനെ വന്നത് ഇതിൻ്റെ താഴത്തേക്ക് പോവാം. ഈ ഏരിയയിൽ കൂടിയാണ് അങ്ങോട്ട് പോകണം കേട്ടോ. നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ഒരു നോയ്സിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടാവും. ദയവായി ക്ഷമിക്കുക. വിൻഡ് ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ലാഗ് ഉണ്ടാവും സൗണ്ട്. ഇതിൽ കൂടെ പോകാൻ ഓട്ടോ ഇവിടെ എത്തി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സഞ്ചാരിക്ക് നല്ലൊരു ഇതാണ്. ഇലക്ട്രിക് ഓട്ടോ ആണേനും നല്ല സൗണ്ടൊന്നും ഇല്ലാതെ പോകാം. ഇതിനുള്ളിൽ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുന്നു. ഇതാണ് ട്രൈബൽ വില്ലേജ്. ട്രൈബൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കോൾ ചെയ്ത സാധനം ഇവിടെ കാറ്ററിങ് യൂണിറ്റാണ് സംഭവം. എന്താ വെച്ചാലേ ഇത് റെസ്റ്റോറൻ്റ് ആട്ടാ. നമ്മൾ അവരെ കൂടെ വന്നുകൊണ്ട് എനിക്ക് അവരെ കൂടെ മാത്രം തിരിച്ചു പോകാൻ പറ്റുള്ളൂ. വേറെ ജീപ്പിന് കയറാൻ പറ്റില്ല. അങ്ങനെ വിഷയമുണ്ട്. മീൻസ് ആ ഒരു ടീമിനൊരു ടീം ആ പാസ് അവരെടുത്തുണ്ടാവും. അത് അവർക്ക് കാണിച്ചെടുക്കണം. ശുചിമുറി സംഭവങ്ങൾ ഇതാ 2 സൈഡിലും മതിലൊക്കെ ഉണ്ട്. അടിപൊളി കാഴ്ചകളാണ്. കാണുമ്പോൾ തന്നെ കാണുള്ളൂ. നല്ല മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ലതെന്ന് തന്നെ പറഞ്ഞു. ചില സ്ഥലങ്ങളിലൊന്നും അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ അങ്ങനെയല്ല, നല്ല മെയിൻ്റെനൻസ് കാര്യങ്ങൾ നടക്കുന്നില്ല. ഉള്ളിൽ അമ്പെയ്ത്താണ് ഗോത്ര തനത് ശൈലിയിൽ അമ്പയിനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. 30 രൂപയാണ് സമ്മാനം നേടുമെന്ന് അറിയാണ്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു അമ്പതിന് 30 എന്താണെന്ന് അറിയില്ല. അത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടാ 10 എന്തൊക്കെ മാർക്കൊക്കെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ.
തണുപ്പ് കൂടുക ഇതേപോലെ ക്യാമ്പ് ഫയർ ആയിട്ട് ഇവിടെ സംസാരിക്കുക ചെയ്യുക അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട്. ചെറിയൊരു ഒരു ഏരിയ സ്റ്റാർട്ടിങ് നമുക്ക് ഇതാണ് കാണാൻ പറ്റുക. പിന്നെ മുകളിൽ കയറിയൊക്കെ ഇതേപോലെ ഇവിടെ ഒരു ഡാൻസ് കാര്യമൊക്കെ നടക്കുന്ന ഒരു സെക്ഷൻ തോന്നുന്നു. ഇവിടെ മെൻഷൻ ചെയ്ത് ചുമരും കേട്ടോ വർക്കിംഗ് ടൈം കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാ ഏറ്റവും നല്ല കാര്യമായിട്ട് തോന്നിയ ഈ സംഭവമാണ് ഒരു സ്ഥലത്തൊക്കെ ഒരു കുടിവെള്ളം ഫ്രീ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് സഞ്ചാരികൾക്കാരും ശരി ആർക്കാരും ശരി കുടിക്കാൻ നല്ല ഉപകാരപ്പെടും. കാരണം കളക്ട് ചെയ്ത് താഴത്ത് പോയി വെള്ളം എടുത്ത് വരേണ്ട ആവശ്യമില്ല. പിന്നെ ബോട്ടിൽസ് കൊടുന്ന് ആരും ഇടൂല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ സോൾവ് ആയി കിട്ടിയിട്ട് ഈ ഒരു ഐഡിയ കൊണ്ട് നാട്ടിലുള്ള അത്ര ചൂട് എന്തായാലും ഇവിടെ ഇല്ല കേട്ടോ. പിന്നെ ട്രാവൽ ചെയ്തുകൊണ്ട് ഫേസൊക്കെ ആകെ ഡാർക്ക് ആയിക്കണ്. എന്തായാലും നല്ല കാഴ്ചകളൊക്കെ ഇവിടെ വന്നാൽ ഇതേപോലെ ഒരുപാട് വില്ലാസ് കാണുന്നുണ്ട് ഇതിനുള്ളിൽ. ചെറിയ ചെറിയ വില്ലാസ് നമ്മൾ ഓൾറെഡി വയനാടിൻ്റെ ഈ ട്രൈബ്സിൻ്റെ കൂടെ പോയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു വീട് കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് എനിക്ക് അതേപോലെ തന്നെ സിമിലറായിട്ട് തോന്നിയിട്ടോ. കാരണം വലിയൊരു ഹാളാണ് ഉണ്ടാവില്ല ഇതിനുള്ളിൽ ഞാൻ കാണിച്ചതിനുള്ളത്തെ കാര്യങ്ങൾ എങ്ങനെയെന്നുള്ളതൊക്കെ. ഇതുവരെ ഒരു ചെറിയൊരു വീടാണ്. എല്ലാവർക്കും ഇങ്ങനെ ഒറ്റ മുറി കേട്ടോ. ഇത് നമ്മൾ കൂടെ വന്ന ടീംസാണ്. ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നതിന് വരെ നോയ്സ് ഞാൻ ക്യാൻസൽ ചെയ്തതാണ്. കാരണം വോയിസിൽ ചെറിയ വിഷയമുണ്ട് ഇതേപോലെ സൗണ്ട് ആയിട്ട്. ഇതാണ്ടാ ഇങ്ങനത്തെ ഒറ്റ റൂമാണ്. മഡാണ് സൈഡിൽ. മേലൊക്കെ എന്ന് പറഞ്ഞാൽ ഷീറ്റ് ഇട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഇതേപോലെ സീലിംഗ് ചെയ്തിട്ട് അതേപോലെ ഒറ്റ റൂമാണ് ഉണ്ടാവും ഇവർക്കുള്ളത്. അതിനുള്ളിൽ തന്നെ കിച്ചണും റൂമൊക്കെ ഇതിനുള്ളിൽ തന്നെ. പിന്നെ ബാത്റൂം പുറത്ത് ഒരു വേറെ ഉണ്ടാക്കിയിട്ടാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ ട്രൈബിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒറ്റ റൂമിൽ ഇതേപോലെ കിച്ചണ് കയറി വരുന്ന ഭാഗത്ത് കിച്ചൺ സെക്ഷൻ ഉണ്ടാവും. പിന്നെ ഉള്ളിൽ ഇതേപോലെ ഒരുപാട് സംഭവങ്ങളായിട്ട് കട്ടിൽ കാര്യങ്ങളൊക്കെ പാടുണ്ടാവും കേട്ടോ. വിറകൊക്കെ ഇതിനുള്ള ഒരു വെക്കൽ സാധാരണ ഇതേപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് കണ്ടിട്ട്. മീൻസ് മഡാണ് ഫുള്ള് പുറത്ത് കാണുമ്പോൾ കാര്യങ്ങളൊക്കെ ആയി. പൈപ്പിന് വരെ കളറടിച്ച് വിട്ടണവർ. രണ്ട് ജനലുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇവിടെ ഒരു വീട് ഉണ്ടാവില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ നോക്കട്ടാ. ഇതിൻ്റെ ഉള്ളിലും ഏറെക്കുറെ സിമിലറായിട്ടുള്ള കാര്യങ്ങൾ സെയിം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇവർ സ്റ്റേ കൂടി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇത് നല്ല വരുമാനം അവർക്ക്. കാരണം ഇതിൻ്റെ പുറത്ത് നല്ല ചൂടാണ്, വെയിലിൻ്റെ ഇതിനുള്ളിൽ നല്ല തണുപ്പാണ്. ക്ലൈമറ്റ് പൊതുവേ തണുപ്പാണ്. പക്ഷെ നമ്മൾ ഈ വെയിലിൻ്റെ ചൂടാട്ടാ. പക്ഷെ ഇതിനുള്ളിൽ നല്ല തണുപ്പാണ്. ചൂട് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിനുള്ള എന്താ വിദേശികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റ് പരമായിട്ട് കാണാനൊക്കെ വരുന്ന ആൾക്കുണ്ടെങ്കിൽ എന്തെങ്കിലും മസ്റ്റായിട്ട് സ്റ്റേ എടുക്കും. നല്ലൊരു ആംബിയൻസ് എന്തിനുള്ളിൽ. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ കുറച്ചുകൂടി ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല ആൾ കിട്ടുന്നുണ്ട്. ഇത് ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു വീട് കേട്ടോ. അതിൻ്റെ മാതൃക ഉണ്ടാക്കിയ വീടാണ്. അതിൻ്റെ മുകളിൽ ഇതേപോലെ വൈക്കോലം തൊട്ടത് ഫുള്ള് ഫെയ്ഡായി പോയിട്ടോ. ഇവിടുത്തെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ നല്ല രസമുണ്ടോ. ഇത് കണ്ട സൈഡിലൊക്കെയുള്ള ലോങ് സൈഡ് നോക്കുമ്പോഴാണ് ഇതിന് നല്ല വ്യൂ കിട്ടുന്നത് കേട്ടോ. കാരണം നല്ലൊരു കാഴ്ച കിട്ടും. ലോങ് നമ്മൾ ഒരു താഴ്വാരയിൽ ഇങ്ങനെ നിൽക്കണ പോലെ ഉണ്ടാവും. ഇതേപോലെ പൂക്കളൊക്കെ കളർഫുള്ളായി നിൽക്കുക കുറച്ചുകൂടി രസമുണ്ടാവും. ഇവിടെ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചകളാവും. ഞാൻ പറഞ്ഞ പോലെ സ്റ്റേയും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ആംബിയൻസ് ഇവിടെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിൽക്കുന്നതൊക്കെ നല്ല അടിപൊളി വൈബാവും. പിന്നെ ഏറെക്കുറെ എല്ലാ റൂമും സിമിലർ ആണ്, ഒരേപോലെ തന്നെയാണ്. വെറുതെ ഞാൻ അതിനുള്ളിൽ കൊണ്ട് എല്ലാ കാഴ്ചയും കാണിച്ചു തരുന്നില്ല. ഞാൻ അത് കട്ടാക്കിയതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കളർ ടൗണും പിന്നെ അതുപോലെ ഈ വീടിന്റെ അടിപൊളി. ഇതേപോലെ ഞാൻ വെള്ളം ഒരുപാട് സ്ഥലത്ത് കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ താഴത്ത് കൂടെ ഇറങ്ങി മുകളിൽ കൂടി കറങ്ങി വരാം. ആ ഒരു തന്നെ ഉള്ളൂ. റൂമൊക്കെ സിമിലർ ആയതുകൊണ്ട് ഞാൻ പിന്നെ സ്കിപ്പ് ചെയ്ത് പോയി. ഞാൻ കാഴ്ച കണ്ടുകൊണ്ട് പിന്നെ ഒഴിവാക്കിയതാട്ടാ. കുറച്ച് വ്യത്യസ്തമായ റൂം ആയിട്ട് തോന്നി ഇത് തന്നെ കേട്ടാ സംഭവം. ഇതിനുള്ളിൽ ചെറിയ റൂമുണ്ട്, മ്യൂസിയം പോലെ തോന്നുന്നു. യെസ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ. എന്താണ് ചരിത്ര സംബന്ധമായിട്ട് കാര്യങ്ങളൊക്കെയാണ്. വരെ ട്രഡീഷണലായിട്ട് യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനത്തെ ഒരാളാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. എന്തായാലും എക്സിറ്റ് അടിച്ച് പുറത്ത് പോകാം. ഇവിടുന്ന് കാഴ്ച കണ്ട് താഴത്ത് കഴിഞ്ഞ് ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. നമ്മളിതാ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് താഴത്തുള്ള 2 വില്ലാസ് മാത്രമേ മിസ് ചെയ്തിട്ടുള്ളൂ. ഏറെ കുറേ സിമിലർ ആയതുകൊണ്ട് വിട്ടു പോയതിട്ടാ. പിന്നെ ഇവിടെ നല്ല മലനിരകളും കാഴ്ചകളൊക്കെ ഉണ്ട് സൈഡിൽ. മഴക്കാലത്ത് നിന്ന് കുറച്ചുകൂടി രസമുണ്ടാവും. കോടൊക്കെ ഇറങ്ങി നിൽക്കുന്ന ടൈമിൽ നല്ല രസമുണ്ടാവും കാണാൻ. പിന്നെ ഇതാ ഇവിടെ ഇലക്ട്രിക് സബ്സ്റ്റേഷൻ്റെ വയറ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് താഴത്തേക്ക്. ഇതൊരു മലൻ്റെ മുകളിലാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള പ്രോപ്പർട്ടി കേട്ടോ. നമ്മൾ താഴത്തേക്ക് പോയി നമ്മളെ ജീപ്പിൻ്റെ ടിക്കറ്റ് ഇവിടെ കാണിച്ചു കൊടുക്കണം. ഇവിടെ ടോക്കൺ നമ്പർ ഇവർ എഴുതി തരും. ആ ജീപ്പിൽ നമുക്ക് തിരിച്ച് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ താഴത്തേക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ താഴത്ത് വയനാട് ഗ്ലാസ് ബ്രിഡ്ജ് ഒന്നുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. അതുകൂടി ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് പാക്കിൽ കാര്യങ്ങളൊന്നുമില്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഒരാൾക്ക് 300 രൂപയാണ് പറഞ്ഞത്. നമ്മൾ അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്ത് പോയി. ആ താഴത്ത് കാണുന്നതാ അതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ആയിട്ടുള്ളത്. നമ്മൾ ജീപ്പിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ആദ്യം വന്ന് റിപ്പോർട്ട് ചെയ്താൽ അനുസരിച്ച് ഇങ്ങനെ ജീപ്പ് വരലാണ്. അപ്പോൾ നമുക്ക് അനുസരിച്ച് ഇങ്ങനെ ഒരു കോർഡിനേറ്റർ ഉണ്ട്. ആ കോർഡിനേറ്റർ നമ്മൾ കണക്ട് ചെയ്ത് തരും. ഓരോ ജീപ്പ് വരുമ്പോൾ നമുക്ക് ഈ ജീപ്പിൽ ഏതാ പോകേണ്ടി എന്നുള്ളത്. അതാണ് ആ ഗ്ലാസ് ബ്രിഡ്ജ് ഇട്ടാ ഞാൻ പറഞ്ഞില്ല. അതാണ് സൂം ചെയ്ത് കാണിച്ചു തന്നിട്ട് ഞാൻ. നമ്മൾ ടിക്കറ്റ് ഈ ടിക്കറ്റാണ് വരല്. ഇത് കാണിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ബസ്സിൽ ഈ ജീപ്പിൽ കയറി നമുക്ക് പോവാം.
പിന്നെ ഇതിന്ന് പറഞ്ഞാൽ ഇവിടെ ഓപ്പോസിറ്റ് ഡ്രൈവിംഗ് ആണ്. നമ്മൾ സാധാരണ ലെഫ്റ്റ് സൈഡ് ഡ്രൈവിംഗ് അല്ലേ, ഇവിടെ റൈറ്റ് സൈഡാണ് ഡ്രൈവ് ചെയ്യൽ. കാരണം കയറ്റായതുകൊണ്ടും ഇറങ്ങുമ്പോൾ സ്ലിപ്പ് കിട്ടാനും വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് കണ്ടില്ല ഇതേ പോയിട്ടാണ് ഡ്രൈവ് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും അലൗഡ് ചെയ്യാത്തത്. കാരണം ആക്സിഡൻറ്റ് കൂടും. കാരണം ഇവർക്ക് അറിയുള്ളൂ ഇതിൽ എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും ഇവിടെ അനുവദിക്കാത്തത്. നമ്മളെ ഡ്രൈവർ നമ്മളോട് പറഞ്ഞിട്ടാണ്. എന്താണ് നിങ്ങൾക്കത് പുതിയ അറിവ് വരുന്നത്. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും എന്താ ഇവിടെ അനുവദിക്കാത്തത് എന്ന്. പക്ഷെ സംഭവം ഇതുകൊണ്ടാണ്. നമ്മൾ തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട്. താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ സപ്പോർട്ട്. താങ്ക് യു. ഇനി എന്തായാലും അവർ പൂക്കോട്ടിലേക്ക് കാണാനാണ് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും തിരിച്ച് പോവുകയാണ്. ഇവിടുന്ന് 10-15 മിനിറ്റ് കൂടുമ്പോൾ ബസ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിതിന് നേരെ ഓപ്പോസിറ്റ് ബസ് സ്റ്റേഷനിൽ എന്തായാലും ടി വീണ്ടും ഒരു ബസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോൾ 71 രൂപയാണ് നമുക്ക് ചാർജ് വന്നത്. മുകളിൽ നിന്ന് കണ്ട ഗ്ലാസ് ബ്രിഡ്ജ് താഴത്ത് നിന്ന് കാണും, ഇവിടത്തെ കാണും. ആ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉള്ളിക്കാരൻ 300 രൂപയാണ് ആ ഗ്ലാസ് ബ്രിഡ്ജ്. നമ്മൾ ഡ്രൈവർ പറഞ്ഞതാണ്. എന്തായാലും നമ്മളെ യാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ്. എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുന്നു. നമ്മളെ ചൊരാട്ട ഈ സൈഡിലേക്കാണ്. തിരിച്ച് വരുമ്പോൾ നമുക്ക് വരുമ്പോൾ ഈ കാഴ്ച കണ്ടില്ല, തിരിച്ചു പോകുമ്പോൾ കാഴ്ച കാണിച്ചു തന്നേന്. എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കൊണ്ട് യാത്ര ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുകൊണ്ട് എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കോഴിക്കോട് ബസ് സ്റ്റേഷനിൽ എത്തി 2 മണിക്കൂറിന് ശേഷം. എന്തായാലും സീ യു മറ്റു വീഡിയോ വീണ്ടും